എൻ്റെ നല്ലയമ്മ. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര സെന്റ് ഫ്രാൻസിസ് ഇടവകാംഗമായ വയലിൽ ബാലാമണി അൽഫോൻസായുടെ ജീവിതം ദൈവമാതൃപരിലാളനത്തിൻ്റെ ഒരു അടയാളമാണ്. ബാല്യകാലങ്ങളിൽ മാതാപിതാക്കളുടെ ശ്രദ്ധയും പരിചരണവും ലഭിക്കാതെ ഒറ്റപ്പെട്ട വേദനയിലാണ് ഇവർ പരിശുദ്ധ അമ്മയെ അനുഭവിച്ചറിയുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഇവർ തൻ്റെ ജീവിതത്തിൻ്റെ സർവ്വവും ഈ അമ്മയിൽ സമർപ്പിച്ചു. തുടർന്ന് അൽഫോൻസ ചേച്ചിയുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ വ്യക്തമായ ഇടപെടൽ ദർശിക്കാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ തനിക്ക് ലഭിച്ച ഈ അനുഭവങ്ങൾ ചേച്ചി നമ്മോട് പങ്കുവെക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുണ്ടായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അച്ഛനും അമ്മയും 4 സഹോദരങ്ങളും. ഞാൻ ജനിച്ച് ഉടനെ തന്നെ എൻ്റെ ഇളയതായിട്ട് 2 മക്കളുണ്ടായി. ആ സന്ദർഭത്തിൽ എൻ്റെ ശാരീരികമായിട്ടുള്ള വളർച്ചക്കുറവ് കൊണ്ടും എൻ്റെ അമ്മയ്ക്കും അച്ഛനും എന്നെ പരിചരിക്കുവാനോ എന്നെ ഒന്ന് സാന്ത്വനം നൽകുവാനോ സാധിക്കാത്ത ആ നിമിഷങ്ങളായിരുന്നു. എൻ്റെ അമ്മയ്ക്കും അച്ഛനും മറ്റു കുഞ്ഞുങ്ങളെ നോക്കേണ്ട ആ സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഏകാന്തതയിൽ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ എൻ്റെ ജീവിതം ഒരു മൂലയിൽ ഒതുങ്ങി. ഓരോ നിമിഷവും ഞാൻ ഒറ്റപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നും അച്ഛനും അമ്മയ്ക്കും എന്നോട് സ്നേഹമില്ല. അങ്ങനെ ഞാൻ എപ്പോഴും ഏങ്ങിക്കരയുമായിരുന്നു. ആ കരയുന്ന സന്ദർഭങ്ങളിലാണ് എനിക്ക് ആദ്യമായിട്ട് മാതാവിൻ്റെ ആ സാന്നിധ്യവും ആ സാമീപ്യവും അനുഭവിക്കുവാനായിട്ട് സാധിച്ചത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ മാതാവ് എൻ്റെ അരികിലേക്ക് എത്തിയതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ അമ്മ വന്ന് ഇങ്ങനെ പറയുന്നത് പോലെ എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാത്തത് കൊണ്ട് എനിക്ക് തോന്നി എന്തോ ഒരു സ്നേഹം എന്നെ തലോടുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ മാതാവ് എൻ്റെ അരികിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ എടുത്ത് അമ്മയുടെ മടിത്തട്ടിലിരുത്തി. എന്നിട്ട് ആ കൈകൾ കൊണ്ട് എന്നെ തലോടി ആശ്വസിപ്പിച്ചു. എൻ്റെ ആദ്യത്തെ തുടക്കം അങ്ങനെയാണ്. അവിടെ നിന്ന് എപ്പോഴും ഈ സാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞപ്പം മുതൽ എൻ്റെ മാതാവിനെ കാണുവാനുള്ള ഒരു ആഗ്രഹം എനിക്ക് ജനിച്ചു. ഓരോ നിമിഷവും മാതാവിൻ്റെ അരികിലേക്ക് എത്തും. എൻ്റെ കുഞ്ഞു കൈകൾ പിടിച്ചുകൊണ്ട് അമ്മ ആ മുറികളിലൂടെ നടക്കും. അങ്ങനെ എൻ്റെ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും ഓരോ വാക്കുകളിലൂടെ എന്നെ ഒത്തിരി ഉത്തേജിപ്പിക്കുന്ന വാക്കുകൾ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് നൽകുമായിരുന്നു. വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലേക്ക് കടന്നു. എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന അനുഭവം വരുമ്പോഴും എൻ്റെ കുഞ്ഞുനാളിലെ എനിക്ക് അനുഭവം കിട്ടിയ ആ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരനെ തള്ളിപ്പറയുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും എല്ലാം പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുമായിരുന്നു. അങ്ങനെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വീണ്ടും ആ സ്നേഹത്തിൻ്റെ നിറവ് അനുഭവിക്കുവാൻ സാധിച്ചത് ദേവാലയങ്ങളിൽ വെച്ചാണ്. ദേവാലയത്തിലേക്ക് ചെന്ന് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോയുടെ അടുത്ത് ചേർന്നിരിക്കും. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത് ചുംബിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യത്തിലൂടെ ദേവാലയത്തിലേക്ക് ചെല്ലും. അവിടെ ചെന്നുകൊണ്ട് അവിടെ നിന്ന് ഒരിക്കലും ഒരു നിമിഷം അവിടേക്ക് പിതാവ് കടന്നു വരുന്നതായിട്ട് എല്ലാ കുട്ടികളും പറഞ്ഞു. ഞാനും ഓടിച്ചെന്നു. അവിടെ എല്ലാവരും രൂപങ്ങൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഈശോയുടെ മാതാവിൻ്റെ രൂപങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ഞാനും രൂപങ്ങൾ മേടിച്ചു. എനിക്ക് കിട്ടിയത് മാതാവിൻ്റെ രൂപമാണ്. ആ മാതാവിൻ്റെ രൂപം അവിടെയാണ് തുടക്കം. ഒരു ആൽബം പോലെ മാതാവിൻ്റെ രൂപങ്ങൾ സൂക്ഷിക്കുന്ന ഒരു വലിയൊരു
ആകർഷണ ശക്തി മാതാവുമായിട്ട് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ രൂപങ്ങൾ മേടിക്കുന്ന ഒരു ചെറിയ സന്ദർഭങ്ങളുണ്ടായി. എൻ്റെ കൂട്ടുകാരികളുടെ കൈകളിൽ നിന്ന് ചില വസ്തുക്കൾ കൊടുത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ രൂപങ്ങൾ മേടിക്കും. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇത് കാണാറുണ്ട്. അവർ വിചാരിക്കും ഇവളെന്താ ഈ രൂപങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നതെന്ന്. അങ്ങനെ എൻ്റെ മാതാവിൻ്റെ രൂപങ്ങൾ എൻ്റെ മുറിയിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ പഠിക്കുവാനും എൻ്റെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും നടത്തി തരുവാനും എന്നെ വഴി നടത്തുവാനും പരിശുദ്ധ അമ്മയാണ് ഏറെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ എന്നെ സഹായിച്ചിട്ടുള്ളത്. വലിയൊരു പ്രതീക്ഷയോടുകൂടെ ആഗ്രഹത്തോടുകൂടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ആഗ്രഹിച്ചതിനെ എത്രയോ നെഗറ്റീവായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെയാണ് എനിക്ക് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റു ദുശീലങ്ങളുടെയും അടിമയായിരുന്ന ഒരു ജീവിത പങ്കാളി. എന്നാൽ അദ്ദേഹത്തെ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും എന്നെ പഠിപ്പിച്ചത് എൻ്റെ പരിശുദ്ധ അമ്മയാണ്. ഒത്തിരി നാളുകളിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ കരങ്ങളിലൂടെ മരണത്തെ മുഖാമുഖം കണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒത്തിരി പീഡനങ്ങളും മർദ്ദനങ്ങളും അപമാനങ്ങളും കളിയാക്കലുകളും എൻ്റെ പങ്കാളിയിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അദ്ദേഹത്തെ വെറുക്കുവാനോ അദ്ദേഹത്തെ ഉപേക്ഷിക്കുവാനോ അല്ല പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു തന്നത്. സ്നേഹിക്കുവാൻ മാത്രമാണ് പരിശുദ്ധ അമ്മയോ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ആർക്കും വേണ്ടാത്തൊരു ജന്മമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്ത്. എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് വേണം. അങ്ങനെ മാതാവും ഞാനും കൂടെ ശക്തമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിനോട് ഞാൻ പറയും, മാതാവേ നശിച്ചു പോകരുത്, ആ ജീവിത പങ്കാളിയെ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം, അതിനായിട്ട് അമ്മയൊന്ന് മാധ്യസ്ഥം പറയണേ ഈശോയോടൊന്ന് പറയും. അങ്ങനെ മാതാവ് തൻ്റെ തിരുപുത്രനോട് ചെന്ന് എന്നും പറയും, അവനെ ഒന്ന് കൊണ്ടുവന്ന് നന്നാക്കണമെന്ന് പറയും. അങ്ങനെ എൻ്റെ മാതാവിൻ്റെ ബലമായ സാന്നിധ്യത്തിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിച്ചു. അതിനേറിയ പങ്കും വഹിച്ചത് പരിശുദ്ധ മാതാവാണ്. അതിനെനിക്ക് പറഞ്ഞു തന്ന പ്രാർത്ഥന ജപമാലയാണ്. 1-2 പ്രാവശ്യമല്ല, അനേകം പ്രാവശ്യങ്ങൾ ജപമാല പ്രാർത്ഥിക്കും. അത് ജീവിത പങ്കാളിക്ക് മാത്രമല്ല, ഇതുപോലെ വേദന അനുഭവിക്കുന്ന ഭാര്യമാര്, മക്കള് അനേകർക്ക് വേണ്ടി ജപമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ ജീവിത പങ്കാളി ശാരീരികമായി വലിയൊരു മാരക രോഗത്തിന് അടിമപ്പെട്ടിരുന്നു. അങ്ങനെ ഡോക്ടറുടെ അനുവാദത്തോടുകൂടെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഡോക്ടർമാരും പ്രൊഫസറും പറഞ്ഞു, ഈ മനുഷ്യൻ ഇനി ജീവിച്ചിരിക്കുകയില്ലെന്ന്. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, ഒരിക്കലും മരിക്കാൻ പാടില്ല, പാപത്തിൽ മരിക്കരുത് മാതാവേ. ആ മകൻ ആത്മാവ് നശിച്ചു പോയാൽ അതിൻ്റെ കണക്ക് ഞാൻ കൊടുക്കണം. അതുകൊണ്ട് മാതാവ് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. എൻ്റെ മാതാവേ, എൻ്റെ ജീവിത പങ്കാളിയുടെ ആയുസ് ഒരു കുറച്ചു വർഷത്തേക്ക് നീട്ടിത്തരാൻ പറഞ്ഞു. അങ്ങനെ മാതാവ് ഓടിച്ചെന്ന് പറയുന്നത് എനിക്ക് കേൾക്കാം ഈശോയോട്. മാതാവ് പറഞ്ഞു, എടാ മോനെ, അവളുടെ ഭർത്താവിനൊരു കുറച്ച് നാളും കൂടെ ആയുസ് നീട്ടിക്കൊടുക്കാൻ. അങ്ങനെ മാതാവിൻ്റെ മാധ്യസ്ഥത്താല് എൻ്റെ ജീവിത പങ്കാളി 1 മാസം കൊണ്ട് മരിക്കുമെന്ന പറഞ്ഞ് ഡോക്ടർ വിധി എഴുതിയ ആ വിധിയെ മറികടന്നുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് 2-3 വർഷക്കാലം ആയുസ് നീട്ടിത്തരികയായിരുന്നു. കാരണം മരണകരമായ ഒരു രോഗമായിരുന്നു, ശ്വാസകോശ ക്യാൻസർ ആയിരുന്നു. ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നു. സൗഖ്യത്തിൻ്റെ മേഖലകളെ നടക്കുന്നതിന് മുൻപ് തന്നെ ധ്യാനത്തിന് കൊണ്ടുപോകുവാൻ പരിശുദ്ധ അമ്മ സഹായിച്ചു. അങ്ങനെ ധ്യാനത്തിലേക്ക് ഡിവൈനിൽ കൊണ്ടുപോകുന്നു. വർഷങ്ങൾ ധ്യാനിച്ചു. 2006 ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിത പങ്കാളിയും ഞാനും കൂടെ ആ ഊട്ടിശാലയുടെ മുകളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ അച്ഛൻ്റെ ഹീലിംഗ് ശുശ്രൂഷയിൽ, കനക്കലച്ഛൻ്റെ ഹീലിംഗ് ശുശ്രൂഷയിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ഗോപാലകൃഷ്ണന്റെ ശ്വാസകോശ ക്യാൻസർ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന്. ആ നിമിഷം മാതാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. മാതാവ് പറയുക ഇപ്രകാരമാണ്,
ഞാൻ നിന്റെ ഭർത്താവിനെ സുഖപ്പെടുത്തുവാനായിട്ട് ഈശോയോട് പറഞ്ഞിട്ട് അവിടെ വിളിച്ചു പറഞ്ഞത് നീ കേട്ടോ? ഞാൻ പറഞ്ഞു കേട്ടില്ല മാതാവേ, പക്ഷേ കേട്ടത് എൻ്റെ ജീവിത പങ്കാളിയാണ്. എന്നെ തൊട്ട് വിളിച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞു, അവിടെ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു എന്ന്. ഞാൻ സന്തോഷത്തോടു കൂടെ മാതാവിന് നന്ദി പറഞ്ഞ് യേശുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ പങ്കാളിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന, ജീവിതത്തിലേക്ക് വീണ്ടും നയിച്ച പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹം വർണ്ണനാതീതമാണ്. എനിക്കുണ്ടായിരുന്ന രോഗം, ഹാർട്ടിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ബ്ലോക്കിൽ ആദ്യമെല്ലാം വിചാരിച്ചു അത് ഗ്യാസിൻ്റെയൊക്കെ ആയിരിക്കുമെന്ന്. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടും, മരുന്ന് മേടിച്ചാലും കുടിക്കില്ല. അങ്ങനെ ആ രോഗത്തിനൊക്കെ ചികിത്സയ്ക്കായിട്ട് കടന്നുപോയി. ആ രോഗം ബ്രസ്റ്റ് വരെ വേദന വരുമായിരുന്നു. എല്ലാവരും പറഞ്ഞു അത് ക്യാൻസർ ആണെന്ന്. എന്നാൽ ചെക്കപ്പിന് കടന്നു പോകുന്നതിന് മുൻപേ ഞാനൊരു ദേവാലയത്തിൽ കയറി പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് രോഗം ഇതാണെന്ന് പറയുന്നു, ഒരിക്കലും ആ രോഗം ഉണ്ടാകരുത്, അമ്മ എന്നെ സഹായിക്കണം. അങ്ങനെ ചെക്കപ്പിന് പോയി. മാതാവിനെ കൂട്ടുപിടിച്ചാണ് ഞാൻ പോയിരുന്നത്. അവിടെ ചെന്ന് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാരുടെ അധരങ്ങളിലൂടെ തന്നെ കേൾക്കുവാനിടയായി അത് ക്യാൻസർ അല്ല. എൻ്റെ മാതാവിലൂടെ ഈശോ സൗഖ്യം തന്ന ആദ്യത്തെ സൗഖ്യാനുഭവമായിരുന്നു അത്. രണ്ടാമത് എനിക്ക് ഡിസ്ക് സംബന്ധമായ ഒരു രോഗമായിരുന്നു. 10-12 വർഷക്കാലം ട്രീറ്റ്മെൻറ്റ് നടത്തി. അലോപ്പതിയും ആയുർവേദവുമെല്ലാം മരുന്നുകൾ കഴിച്ചു. ഓപ്പറേഷനായിരുന്നു ഡോക്ടർമാർ നിശ്ചയിച്ചത്. അപ്പോഴത്തേക്ക് ഞാൻ ശാരീരികവും മാനസികവുമായി തളർന്നു പോയിരുന്നു. ഓപ്പറേഷൻ ചെയ്യുവാനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെ ഞാൻ വീണ്ടും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്കെല്ലാം കടന്നു ചെന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരിക്കൽ പരിശുദ്ധ അമ്മ എൻ്റെ അരികിൽ വന്ന് ഈശോയോട് പറയുന്നതായിട്ടാണ് എനിക്ക് കേൾക്കുവാൻ സാധിച്ചത്, എൻ്റെ മകളെ സുഖപ്പെടുത്തണം, അവൾ കുറേ കാലമായിട്ട് വേദന അനുഭവിക്കുന്നു. എൻ്റെ സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ തളർന്നു പോയൊരവസ്ഥയായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാലിന് മുട്ടിന് താഴോട്ട് നീര്, ശ്വാസം പോലും എടുത്തു വിടാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാതാവ് ഈശോയോട് പറയുന്നത് അവളെ ഒന്ന് സൗഖ്യം കൊടുക്കണം. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് ഈശോ എനിക്ക് രണ്ടാമത്തെ സൗഖ്യം നൽകുകയാണ്. വീണ്ടും തുടർന്ന് ഞാൻ ശുശ്രൂഷ ചെയ്തിരിക്കുന്ന മേഖലകളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ വയ്യാണ്ട് ബോധമില്ലാതെ വീണുപോയി. ആ വീണുപോയ അവസരത്തിൽ അവരൊരു 19 പേരുണ്ട്. അവരുടെ നടുവിലാണ് ഞാൻ വീഴുന്നത്. ഒരു 10 മിനിറ്റ് നേരം ബോധമില്ലാതെ കിടന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ എടുത്ത് സങ്കീർത്തിയിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് എല്ലാവരും കൂടെ പരിചരിച്ച് വെള്ളമെല്ലാം തെളിച്ച് എനിക്ക് ശകലം ബോധം വന്നവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഞാൻ ആ ബോധമില്ലാതെ കിടക്കുന്ന ആ സമയത്ത് ഞാൻ കാണുന്നത് എൻ്റെ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ ഞാൻ പിയാത്ത പോലെ കിടക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ബോധം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് വന്ന സഹോദരങ്ങളും സഹോദരിമാരും കൂടെ ഒരുമിച്ച് പറഞ്ഞു, ചേച്ചിയെ ഞങ്ങൾ കാണുന്നത് പിയാത്ത പോലെ കിടക്കുന്ന ആ ഒരു ദർശനമാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഡോക്ടറുടെ അടുത്ത് പോയി ചെക്കപ്പ് കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഹാർട്ടിന് 2 ബ്ലോക്ക് ഉണ്ടെന്ന്. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു, അമ്മേ, വീണ്ടും എനിക്ക് ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നു, എനിക്ക് ബ്ലോക്ക് വേണ്ട. എൻ്റെ ഈശോയെ മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം മഹത്വപ്പെടുത്തുവാനായിട്ട് എനിക്ക് ബ്ലോക്കുള്ള ഹാർട്ട് പറ്റിയേല, അതുകൊണ്ട് ബ്ലോക്ക് ഇല്ലാത്ത ഹാർട്ട് വേണമെന്ന് പരിശുദ്ധ അമ്മയോടാണ് ആദ്യം എല്ലാ കാര്യങ്ങളും പറയുക. പരിശുദ്ധ അമ്മയാണ് യേശുവിലേക്ക് ചെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും നേടിത്തരുന്നത്. പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. അമ്മ ഓടി വന്ന് എന്നെ വീണ്ടും എന്നോട് പറഞ്ഞു, ഇത് രോഗമൊന്നുമല്ല,
ഈ രോഗം നിനക്ക് ഒരിക്കലും അസ്വസ്ഥപ്പെടുത്താനുള്ളതല്ല, പ്രാർത്ഥിക്കാം നമുക്ക്. അങ്ങനെ എൻ്റെ മാതാവ് എൻ്റെ അടുത്തിരുന്നു. മാതാവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അനേക സ്ഥലങ്ങളിലേക്ക് ഞാൻ പ്രാർത്ഥനകൾ അയച്ചു. അങ്ങനെ ഡോക്ടർ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് വലിയൊരു ഹോസ്പിറ്റലിലേക്ക് വീണ്ടും ചെക്കപ്പിന് പോയി. ചെറിയ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിന് 2 ബ്ലോക്ക് ഉണ്ട്, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്നായിരുന്നു. പക്ഷെ ആ ബ്ലോക്ക് നികത്താൻ ഉണ്ടോ ഇല്ലെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി വലിയൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെയാണ് അമൃത ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോകുന്നത്. അവിടെ 2-3 ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചെക്കപ്പ് നടത്തി. ECG, കോൾട്ടാർ, എക്കോ, TMT അങ്ങനെ പലവിധ ടെസ്റ്റുകൾ നടത്തി. ആ ടെസ്റ്റുകളുടെ എല്ലാം റിസൾട്ട് 2 ദിവസം കഴിയുമ്പോഴാണ് ലഭിക്കുക. അങ്ങനെ ചെക്കപ്പ് മേടിക്കുവാനായിട്ട് ഞാൻ അമൃത ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഡോക്ടർ എന്നെ വിളിച്ചു. ഡോക്ടർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഹാർട്ടിനൊരു യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, കുറച്ച് മരുന്നുകൾ മാത്രം കഴിക്കണമെന്ന്. അങ്ങനെ പരിശുദ്ധി അമ്മ പറഞ്ഞ് ഈശോ എനിക്ക് സൗഖ്യം നൽകുകയാണ് ചെയ്തത്. ജപമാലയിലൂടെയാണ് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മ കൈപിടിച്ച് നടത്തുകയും എന്നെ വഴി നടത്തുകയും എൻ്റെ സൗഖ്യങ്ങൾ എനിക്ക് സ്പഷ്ടമായിട്ടും സൗഖ്യം തരുവാനായിട്ട് എന്നെ വഴി നടത്തിയത് പരിശുദ്ധ ജപമാലയിലൂടെയാണ്. മാതാവ് നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ യാത്രാവേളയിൽ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിരുന്ന നിമിഷങ്ങളാണ്. ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വണ്ടിയിൽ കയറി വണ്ടി മെല്ലെ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ട്രെയിനായതുകൊണ്ട് അതിൻ്റെ മുന്നും പുറകും തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. ഞാൻ വണ്ടി സ്റ്റാർട്ടായപ്പോഴേ അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു, ഇതെങ്ങോട്ടുള്ളതാണ്? ഇത് കോയമ്പത്തൂർക്ക്, എനിക്ക് കോഴിക്കോട്ടേക്കായിരുന്നു വരാനുണ്ടായിരുന്നത്. മെല്ലെ എഴഞ്ഞുകൊണ്ടിരുന്ന വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ആദ്യം ബാഗുകൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ചാടിയത് പെട്ടെന്ന് കമിഴ്ന്നടിച്ച് വീണു. ആൾക്കാരെല്ലാം ഓടിക്കൂടി ഞാൻ മരിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ വീണിട്ട് എനിക്ക് ഒന്നും സംഭവിച്ചില്ല. കാരണം ഞാൻ വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ പരിശുദ്ധി അമ്മയുടെ ആ കരങ്ങൾ എന്നെ ബലമായി പിടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആൾക്കാർ ഓടിക്കൂടി എന്നോട് ചോദിച്ച് എന്തെങ്കിലും സംഭവിച്ചോ? എനിക്കൊന്നും പറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞു. അവരെല്ലാവരും കൂടെ അവിടെ പിടിച്ചെണീച്ചിരുത്തി. പക്ഷേ എല്ലാവരും വിചാരിച്ചു എനിക്കെന്തോ നെഞ്ച് പൊട്ടിപ്പോയെന്നൊക്കെ വിചാരിച്ചു. ഈ പ്ലാറ്റ്ഫോമിലൊക്കെയാണ് വീണത്. ആ വലിയൊരു അനുഭവം, മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആ കരങ്ങൾ ഇന്ന് ഞാൻ ഓർക്കുന്നു. അതുപോലെ എൻ്റെ മകൾ താമസിക്കുന്നത് ഗുജറാത്തിലായിരുന്നു. ആ ഗുജറാത്തിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ആങ്ങളുടെ ഭാര്യയും കൂടെ യാത്ര ചെയ്യുന്നു. സൂറത്ത് എത്തുന്നതിന് മുൻപ് ഞങ്ങൾക്ക് സീറ്റ് ഓക്കെ ആയിരുന്നു. അങ്ങനെ സൂറത്ത് എത്തുന്നതിന് മുൻപ് പെട്ടെന്ന് ഒരു 2:30 മണിയായി. പെട്ടെന്ന് എന്നോട് എൻ്റെ മാതാവ് വിളിച്ചു പറയുന്നത് പോലെ തോന്നി. പെട്ടെന്ന് എണീക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ അരികിലിരിക്കുന്ന ബാഗില്ല. അതിനകത്ത് പൈസയുണ്ട്, മൊബൈലുണ്ട്, എല്ലാ രേഖകളും അടങ്ങുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എല്ലാം ഉണ്ട്. പിന്നീട് യാത്ര ചെയ്യാൻ ഒരിക്കലും പറ്റുകയില്ല. അങ്ങനെ യാത്ര പഴുക്കി വെച്ച് നിന്നുപോയി. അങ്ങനെ ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവെ, അറിയാത്തൊരു സ്ഥലമാണല്ലോ, ഇനി എന്താ ചെയ്യുക, എനിക്കറിയില്ല. ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലല്ലോ മാതാവേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് പറഞ്ഞു, ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടും നീ എന്തിനാ വിഷമിക്കുന്നത്, ഞാൻ നിന്റെ കൂടെ ഇല്ലേന്ന്. അങ്ങനെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ TTR വന്ന് ചോദിച്ചു എന്താ പ്രശ്നം എന്ന്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ബാഗ് മോട്ടിച്ചോണ്ട് പോയി, ടിക്കറ്റ് ഒന്നുമില്ല എന്ന്. മാതാവിനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി സഹായം ചെയ്യണം കേട്ടോ. TT വന്നാലും ആര് വന്നാലും ഞങ്ങളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല, അതുകൊണ്ട് തുടർന്ന് യാത്ര ചെയ്യണം. അങ്ങനെ മാതാവ് അവിടെ ചെന്ന് ഓടി നടന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ മാതാവ് കാര്യങ്ങൾ പറഞ്ഞു. വീണ്ടും ടിക്കറ്റ് ഇല്ലാത്ത ഒരു യാത്ര. ഭക്ഷണമെല്ലാം അടുത്ത് ഇരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ഞങ്ങൾക്ക് മേടിച്ചു തന്നു. ഞങ്ങളത് കഴിച്ചു. അങ്ങനെ ഇറങ്ങേണ്ട സ്ഥലം എത്തി. മകളുടെ വീട്ടിലേക്ക് പോയി. എവിടെയാണെങ്കിലും എവിടെ പോയാലും പള്ളി അന്വേഷിച്ച് പിടിച്ച് ഞാൻ യാത്രയ്ക്ക് പോകുമ്പോഴെല്ലാം അന്വേഷിക്കുക എവിടെയാണ് പള്ളിയുള്ളതെന്ന്. ഗുജറാത്ത് ദീവ് എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിയൊന്നുമില്ല.
എൻ്റെ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഒത്തിരി ദൂരങ്ങളിലാണ്. അപ്പം ഞാൻ പറയും എന്നെ പകൽ കൊണ്ടേ ആക്കണം. അങ്ങനെ ഒരു 4-5 മണിയാകുമ്പോൾ എന്നെ ആ ബസ് സ്റ്റാൻഡിൽ കൊണ്ടേ ആക്കും എൻ്റെ മകളുടെ ഭർത്താവ്. അവിടെയെല്ലാം വൈകുന്നേരമാണ് വിശുദ്ധ ബലി അർപ്പണം. എങ്കിലും ഞാൻ മുടക്കാറില്ല. ഞാൻ ഒരു ദിവസം വിശുദ്ധ ബലിക്ക് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ചെക്ക് പോസ്റ്റൊക്കെ ഇറങ്ങിപ്പോയി ബലി അർപ്പിച്ചു. ബലി അർപ്പണം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നത് 7:30 മണി 7:45. ചെക്ക് പോസ്റ്റ് വരെ ബസ്സുണ്ട്. അത് കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നടക്കുകയാണ്. എവിടെ പോയാലും എൻ്റെ ഈ ജപമാല ഞാൻ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. എനിക്ക് ഏറ്റവും എന്നെ താങ്ങി നിർത്തുന്ന ഒരു വലിയൊരു ആയുധമാണ് ജപമാലയും വിശുദ്ധ ബലിയും ദിവ്യകാരുണ്യ സ്വീകരണവും. അതിനെന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പരിശുദ്ധ അമ്മയാണ്. അങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നടന്നു നീങ്ങുകയാണ്. നീങ്ങുന്ന സമയത്ത് അവിടെ ഒരു ഉത്സവം നടക്കുന്ന സമയമാണ്. അവിടെ ഭയങ്കര ആഘോഷമാണ്. ആ ആഘോഷം കഴിയുമ്പോഴത്തേക്ക് അവിടെയുള്ള വ്യക്തികൾക്കൊന്നിനും ബോധം ഉണ്ടാകില്ല. മദ്യപിച്ച് ലക്കുകെട്ടാണ് നടക്കുക. ഞാൻ നടന്നു നീങ്ങുമ്പോൾ ഒരു 4 പേര് 2 ബൈക്കിൽ വന്ന് എന്നെ വളഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മാതാവേ, ഇവരുടെ കയ്യിൽ പെട്ടാല് ഞാൻ പപ്പടം പോലെ പൊടിഞ്ഞു പോകുമല്ലോ, എന്നെ എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു വശത്ത് കായല്, ഒരു വശത്ത് കടല്. അവിടെ കൊണ്ട് അവർ കൊന്നിട്ടാ പോലും അറിയില്ല മാതാവേ. അങ്ങനെ ഇവന്മാരെന്നെ വളഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം ചത്തുപോകുമെന്ന് വിചാരിച്ചു. വീണ്ടും ഞാൻ ഇവരെ ഓവർടേക്ക് ചെയ്ത് ഞാൻ സ്പീഡിൽ നടക്കുകയാണ്. അപ്പോൾ ഇവര് ബൈക്കിൽ നിന്ന് ഇറങ്ങി എൻ്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അന്നേരം ഓടി കഴിഞ്ഞപ്പോൾ ഇവന്മാർ വേഗം 2 ബൈക്കിൽ കയറി. ഇവന്മാർ വന്ന് എൻ്റെ തൊട്ടടുത്ത് ബൈക്ക് നിർത്തി. ഇവർ മെല്ലെ എൻ്റെ അടുത്തടുത്ത് വരുന്നുണ്ട്. പെട്ടെന്ന് പരിശുദ്ധി അമ്മ എന്നോട് പറഞ്ഞു വേഗം തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. പരിശുദ്ധി അമ്മ പറഞ്ഞത് ഞാൻ തിരിഞ്ഞു നോക്കി. ഒരു 25-20 വയസ്സുള്ള 2 ചെക്കന്മാര് പുറകിൽ വരുന്നുണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം ബൈക്കിലും കാറിലും ഒക്കെ കൈ കാണിച്ചു. ആരും സഹായിക്കാനില്ലായിരുന്നു. പരിശുദ്ധി അമ്മ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞ നിമിഷം ഞാൻ ആ മക്കളുടെ അരികിലേക്ക് ഞാൻ ഓടിയെടുത്തപ്പോൾ ഈ മക്കളെ, ഈ കള്ളു കുടിച്ച് ലക്കുകെട്ട് വന്ന ആ വ്യക്തികൾ വിചാരിച്ചു ഈ പിള്ളേർ എൻ്റെ കൂടെയുള്ളതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇവർ ബൈക്കിൽ കയറി സ്ഥലം വിട്ടു. നല്ല മഴയും കൂരിരുട്ടും. ഞാൻ അവിടെ നിന്ന് പരിശുദ്ധി അമ്മയുടെ കരം പിടിച്ച് ഓടി. ഇരുട്ടാണ്, നല്ല മഴയും. ഞാൻ ഓടി എൻ്റെ മകളുടെ വീട്ടിലെത്തി. മുറിയിൽ കരന്ന് കതവ് കുറ്റിയിട്ട് പൊട്ടിക്കരഞ്ഞു. കാരണം എൻ്റെ അമ്മയുടെ സ്നേഹം, അമ്മ പറഞ്ഞിട്ട് എൻ്റെ ഈശോ പരിപാലിച്ച സ്നേഹത്തെ ഓർത്താണ് ഞാൻ ആ നിമിഷം കരഞ്ഞത്. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, വീണ്ടും യാത്ര ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് തിരിച്ചു പോകാനില്ല. അത് കള്ളം കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. അങ്ങനെ തിരിച്ചു പോകാൻ PNR നമ്പർ ഉള്ളത് കൊണ്ട് ഓക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞാനും എൻ്റെ ആങ്ങളയുടെ ഭാര്യയും വീണ്ടും രാജ്കോട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വീണ്ടും ഓഫീസിൽ ചെന്ന് ടിക്കറ്റ് ഓക്കെ തരുമോയെന്ന് ചോദിച്ചപ്പോൾ PNR നമ്പർ ചോദിച്ചത് കൊടുത്തു. ആ ഓഫീസർ പറഞ്ഞു വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് അത് തരാൻ പറ്റുകയില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ ജനറൽ ടിക്കറ്റ് എടുത്ത് പോകണം. അപ്പോൾ ചെറിയൊരു പൈസ മാത്രമേ മകളുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ട് പോകുന്നുള്ളൂ, കാരണം ടിക്കറ്റ് ഓക്കെ ആണല്ലോ നോർത്ത്. അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് മാതാവേ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് മാതാവേ, പോകുകയും വേണമല്ലോ, എന്ത് ചെയ്യും? അപ്പോൾ ഒരു TT പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു 50 പേര് പോകുന്നുണ്ട്, അവരോട് പറഞ്ഞിട്ട് നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയപ്പോൾ 50 പേരും കൈ മലർത്തി ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എങ്ങനെയെങ്കിലും ഞങ്ങളെ കോഴിക്കോട് എത്തിക്കണം, ഭക്ഷണം ഇല്ലെങ്കിലും വേണ്ടില്ല. അങ്ങനെ മാതാവും ഞാനുമായിട്ട് ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഒരു 30 വയസ്സുള്ള ഒരു ഹിന്ദി പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ഹിന്ദിയിലാണ് ചോദിക്കുന്നത്, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചു. അപ്പോൾ ഈ മകൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എന്നെ റെയിൽവേ സ്റ്റേഷനിലെ കൗണ്ടറിലേക്ക് കൊണ്ടുപോയി. അവർക്ക് ഓക്കെ ടിക്കറ്റ് ആക്കി കൊടുക്കുമെന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു പറ്റത്തില്ലെന്ന്. അങ്ങനെ പ്രിയപ്പെട്ട ഈ മകൻ വീണ്ടും എൻ്റെ കൈ പിടിച്ച് കൗണ്ടറിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എനിക്ക് എൻ്റെ ആങ്ങളയുടെ ഭാര്യയ്ക്കും ജനറൽ ടിക്കറ്റ് എടുത്ത് തന്നു. അങ്ങനെ ജനറൽ ടിക്കറ്റ് കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരുന്ന് പോകാൻ നേരം ഞാൻ ആ മകൻ്റെ ശിരസിൽ കൈവച്ച് പറഞ്ഞു, മോനെ നിന്നെ ദൈവം പരിശുദ്ധ അമ്മയും അനുഗ്രഹിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ആ മകൻ ഹിന്ദിയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ അമ്മയ്ക്കാണേ ഞാൻ ചെയ്യണ്ടേ, അതെൻ്റെ അമ്മയാണെന്നേ ഞാൻ കരുതിയുള്ളൂ. പോകാൻ നേരത്ത് ആ മകൻ 500 രൂപയുടെ ഒരു നോട്ട് എടുത്തിട്ട് എന്നോട് പറഞ്ഞു,
ഫുഡ് കാന മേടിച്ച് കഴിച്ചോളാൻ പറഞ്ഞ് ആ മകൻ അവിടുന്ന് യാത്രയാവുക. എവിടെ നിന്നാണ് ആ മകൻ അവിടെ എത്തിയെന്ന് എനിക്ക് സ്പഷ്ടമായിട്ടറിയാം. എൻ്റെ പരിശുദ്ധ അമ്മ എവിടേക്കോ പോകേണ്ടിയിരുന്ന ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുവരുവാനായിട്ട് കാരണമായത് പരിശുദ്ധ അമ്മയാ. ആ സമയത്തെല്ലാം എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നടന്നുകൊണ്ട് എന്നെ സഹായിക്കുവാനായിട്ട് ഓടിയെത്തുന്ന അനുഭവം എനിക്ക് എത്രമാത്രം പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞാലും മതി വരികയില്ല. കാരണം എൻ്റെ ജീവിതം ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അത് പരിശുദ്ധ അമ്മയിലൂടെയാ. എൻ്റെ മകൻ്റെ ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മ ഇടപെട്ടൊരു വലിയൊരു അത്ഭുതമാണ് ഞാൻ പറയുന്നത്. വിവാഹം കഴിഞ്ഞു, ഒരു സന്തോഷത്തിലായിരുന്നു. എന്നാൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം അവരെ ഡൈവേഴ്സിൻ്റെ വക്കിൽ വരെ എത്തിച്ചു. ഞാനവിടെ ഉണ്ടായിരുന്നപ്പോഴൊന്നും യാതൊരു പ്രശ്നവുമില്ല, സന്തോഷമായി പോയിരുന്നൊരു കുടുംബമായിരുന്നു. ഞാൻ ബാംഗ്ലൂരിലെ കൗൺസിലിംഗ് കോഴ്സിന് പോയപ്പോഴാണ് പ്രശ്നമുണ്ടെന്ന് അവർ വിളിച്ചു പറയുന്നത്. അവൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു ഞാനിപ്പോൾ പോകുമെന്ന്. അത് കഴിഞ്ഞ് മകൻ എന്നെ വിളിച്ചു. മോളോട് ഞാൻ പറഞ്ഞു പോകരുത്, ഞാൻ വന്നിട്ട് പോയാൽ മതിയെന്ന്. മോൻ എന്നെ വിളിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ഭാര്യയും മോളും ഇട്ടേച്ച് പോയി, ഞാനിപ്പോൾ തൂങ്ങി മരിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ ഇപ്പം മരിക്കില്ല, അമ്മച്ചി വരട്ടെ. ഞാൻ ബാംഗ്ലൂരിൽ പോയി ധ്യാന സെൻറ്ററിൽ ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നുകൊണ്ട് ഞാൻ ആ ധ്യാനഹാളിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റില്ല, അതുകൊണ്ട് മാതാവ് ഒരു കാര്യം ചെയ്യണം, ഞാൻ എത്തുമ്പോഴത്തേക്കും പിറ്റേ ദിവസമാകും, അമ്മയും ഈശോയെ കൂട്ടിക്കൊണ്ടൊന്ന് ഓടിച്ചെല്ലണമേ, എൻ്റെ മകൻ മരിക്കാൻ പോവുകയാ. അങ്ങനെ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ പൊയ്ക്കോളാം മകനെയും കൂട്ടി എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരു ആൻറ്റിയുടെ കെയർ ഓഫിൽ പോയി ഞാൻ അന്ന് തന്നെ അവിടുന്ന് രാത്രി നൈറ്റ് വണ്ടിയിൽ കയറി ഞാൻ വേഗം കോഴിക്കോട്ടേക്ക് ബസ് കയറി. എൻ്റെ മനസ്സിൽ മുഴുവൻ മോനെ ചിന്തയുണ്ടെങ്കിലും എൻ്റെ കൈകളിൽ ജപമാലകളുടെ മണികൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഞാൻ ഇത്രയേ പ്രാർത്ഥിച്ചുള്ളൂ, മാതാവേ ഒരു കാരണവശാലും മകൻ മരിക്കാൻ പാടില്ല, അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് അവൻ്റെ ആ മരിക്കണമെന്നുള്ള ചിന്ത എടുത്ത് മാറ്റണമേ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഞാൻ താക്കോലെടുത്ത് റൂം തുറന്നു. എൻ്റെ റൂം തുറന്നപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി. കാരണം ഒരു കസേരയുണ്ട്, ഫാനിൽ വിരിച്ചിട്ടിരുന്നൊരു സാരി തൂക്കിയിട്ടിരിക്കുന്നു. ഞാൻ ഓർത്തു മാതാവേ മരിച്ചു പോയോ, മാതാവിനോടാണ് ഞാൻ ചോദിച്ചത്. അപ്പം മാതാവിൻ്റെ കാതിൽ വന്ന് പറയുകയാണ് നീ ഫോൺ വിളിക്കേ. അങ്ങനെ ഞാൻ എൻ്റെ മകൻ്റെ ഒരു ഫോൺ നമ്പറിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ മകൻ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ നിന്ന് എൻ്റെ മകൻ ഫോൺ എടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ മാതാവിന് കൊടാനുകൂടി നന്ദി പറഞ്ഞു. ഈശോയും മാതാവും കൂടെ ഒരുമിച്ച് വന്നാണ് എൻ്റെ മകനെ രക്ഷിച്ചതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മാതാവ് എന്നോട് പറഞ്ഞു ഞാൻ മരിക്കാൻ കൊടുക്കില്ല, കാരണം എനിക്ക് നിന്നെ വേണം, നിൻ്റെ മകൻ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ എൻ്റെ മാതാവ് ആ നിമിഷം തന്നെ ഈശോയുമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് സാരി കെട്ടിയ അവൻ്റെ കഴുത്തിൽ നിന്ന് ആ കുരുക്കെടുക്കുകയായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു എന്താ മോനെ നീ സാരി, എന്നോട് മോൻ ഇങ്ങനെയാണ് ചോദിച്ചത്, അമ്മ വീട്ടിലേക്ക് പോയോ? ഞാൻ പറഞ്ഞു പോയി. അവിടെ എന്താ കണ്ടേ? ഞാൻ പറഞ്ഞു സ്റ്റൂളൊക്കെ മറിച്ചിട്ടിട്ടുണ്ട്, ആ സാരി എല്ലാം ഫാനിൽ കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു നീ എന്താന്ന് എനിക്ക് തോന്നിയത്? എന്നോട് ആരോ വന്ന് പറഞ്ഞു നീ മരിക്കേണ്ട, പേരാമ്പ്രയ്ക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പേരാമ്പ്രയ്ക്ക് വന്നതാന്ന് പറഞ്ഞു. ഈ നിമിഷം എൻ്റെ മാതാവ് എന്നിലൂടെ പ്രവർത്തിച്ച വലിയൊരു അത്ഭുതം അത് വർണ്ണിക്കാൻ പറ്റുകയില്ല. കാരണം ഇന്നും എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ എൻ്റെ മാതാവിൻ്റെ സഹായത്തോടെ, എൻ്റെ മാതാവിൻ്റെ സാന്നിധ്യത്തോടു കൂടെ ആ ഡൈവേഴ്സ് വേണ്ടാന്ന് പറയുകയും അവരിന്ന് 4-5 വർഷമല്ല 6-7 വർഷമായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് അവർ ദാമ്പത്യ ജീവിതം അനുഷ്ഠിക്കുക. അമ്മേ അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ അമ്മേ എൻ്റെ ആലംബമേ, അമ്മേ അമ്മേ എൻ്റെ ആശ്രയമേ.